ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ വലിയ നോമ്പിന്റെ 11-ാം ദിവസമായ ഇന്ന് നാം ചിന്തിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗമാണ്. നമ്മുടെ കർത്താവിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തോട് ആരാണ് വലിയവൻ എന്നുള്ള ചോദ്യവും അതിനുത്തരവും നൽകുന്ന ഒന്നാമത്തെ പ്രതിപാദ്യ വിഷയം. രണ്ടാമതായിട്ട് ഇടർച്ച വരുത്തുന്നവന്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നതുമായ രണ്ടാമത്തെ ഒരു വിഷയം. ഇങ്ങനെ രണ്ട് ചിന്തകൾ ഈ നോമ്പിൽ നാം ചിന്തിക്കുമ്പോൾ, ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആരാണ് വലിയവൻ എന്നുള്ള ചോദ്യത്തിന് നാം എങ്ങനെയാണ് അതിനെ മറുപടി നൽകുവാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എപ്രകാരമാണ് അതിന് ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു വഴി നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അപ്രകാരം ആരാണ് വലിയവൻ എന്ന് കർത്താവ് ഇവിടെ നൽകുന്ന അനുഗ്രഹീതമായ ഒരു ഉപമ അല്ലെങ്കിൽ ഒരു ഉദാഹരണം, ഒരു കുഞ്ഞിനെ അടുത്ത് വിളിച്ച് ഈ ശിശുവിനെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയില്ല എന്ന് പറയുന്നുണ്ട്. ആ കുഞ്ഞിന്റെ പ്രത്യേകത നൈർമല്യം ഉണ്ട്. യാതൊരുവിധ കളങ്കമോ കള്ളമോ ചതിവോ ഒന്നുമില്ലാത്ത ഒരു കുഞ്ഞിന്റെ സ്വഭാവത്തെയാണ് കർത്താവ് അവിടെ വരച്ചു കാട്ടുന്നത്. തീർച്ചയായിട്ടും ഈ വലിയ നോമ്പിൽ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനും സ്വഭാവത്തിനും നൈർമല്യമായിട്ടുള്ള അനുഭവമുണ്ടോ? ദൈവത്താൽ നിർമ്മലമായ നമ്മുടെ ജീവിതത്തെ നിർമ്മലതയുടെ വഴികളിൽ നിന്ന് വഴിമാറി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്രകാരം തിരികെ വരുവാൻ ഒരു അവസരമാണ് ഈ വലിയ നോമ്പിൽ നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ കളങ്കമോ കള്ളമോ ചതിവോ അല്ല, മറിച്ച് നിർമ്മലതയാണ് ദൈവം നോക്കിക്കാണുന്നത്. ദൈവവുമായുള്ള ബന്ധത്തിൽ, നമുക്ക് ചുറ്റുമുള്ളവരോടുള്ള ബന്ധത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ നിർമ്മലതയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അതിന് ഈ പരിശുദ്ധ നോമ്പ് നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെത്താൻ താഴ്ത്തുന്നവൻ തന്നെത്താൻ ഉയർത്തപ്പെടും എന്നും കർത്താവ് ഇതിനോട് ചേർത്ത് വെക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നാം താഴ്മ ധരിക്കുന്നുവോ അത്രത്തോളം സ്വർഗരാജ്യത്തിൽ നാം ഉയർത്തപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പാഠം. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ സ്വയം താഴ്ത്തുവാനും താഴ്മയുടെ അനുഗ്രഹീതമായ മാതൃകയായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിന്റെ ഉത്തമ മാതൃകയാക്കുവാനും, പരിശുദ്ധ പിതാക്കന്മാരുടെയും ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും ജീവിതത്തെ പരിശോധിക്കുമ്പോൾ അവർ ക്രിസ്തുവിന് വേണ്ടി എത്രത്തോളം താഴ്മ വരിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതവും അതുപോലെ താഴ്മയുള്ളതായി തീരണം. താഴ്മയുള്ളിടത്താണ് ദൈവം വസിക്കുന്നത്. അപ്രകാരം നമ്മളിൽ ദൈവം വസിക്കുവാൻ താഴ്മയുടെ വിനയവും താഴ്മയുടെ അനുഭവവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തുടങ്ങേണ്ടുന്ന ഒരുക്ക കാലഘട്ടമായി പരിശുദ്ധ നോമ്പിനെ നമുക്ക് ധ്യാനിക്കാം. അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ വലിയവനായി തീരുവാനുള്ള ആഗ്രഹം ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് ദൈവരാജ്യത്തിൽ വലിയവനാകുവാനുള്ള ഒരു അവസരമായിട്ട് കാണണം. ഈ ലോകത്തിൽ താഴ്മയും വിനയവും നിർമ്മലതയുമുള്ളവരായി ജീവിക്കുവാൻ പരിശുദ്ധ നോമ്പ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമതായിട്ട് ഇടർച്ച വരുത്തുന്നവന്റെ അവസ്ഥയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഇടർച്ച വരുത്തുന്നത് നല്ലത്, പക്ഷേ ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം എന്നാണ് പറയുന്നത്. നാം ഒരിക്കലും മറ്റുള്ള ഒരാളുടെ ജീവിതത്തിൽ ഇടർച്ച വരുത്തുന്നവരായി തീരാതിരിപ്പാൻ പ്രത്യേകം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരവസരമാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ ചിന്തകൾ കൊണ്ടോ നാം ഏർപ്പെടുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നവരായി തീരാതെ ഇരിക്കണം എന്നുള്ള ഒരു ജാഗ്രതയാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. ഈ നോമ്പ് കാലഘട്ടത്തിൽ സ്വയം ഒന്ന് നോക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും നമ്മൾ ഇടർച്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവരോട് രമ്യതയിലാകുവാനും പ്രത്യേകമായിട്ട് വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇടർച്ച വരുത്തുന്നവനെ കഴുതയുടെ തിരികല്ല് കെട്ടിത്തൂക്കി അവനെ സമുദ്രത്തിൽ എറിയുവാനാണ് പറയുന്നത്. ഒരിക്കലും പൊന്തി വരാതിരിക്കുവാൻ തക്കവണ്ണം തിരികല്ല് കെട്ടി ആഴങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിലും പശ്ചാത്താപത്തിന്റെ അനുഭവത്തിലും തിരികെ വന്ന് ദൈവരാജ്യത്തിന്റെ അവകാശം സ്വീകരിപ്പാനായിട്ട് പ്രത്യേകം നാം ഒരുങ്ങുന്ന അനുഭവമാണ് പരിശുദ്ധ നോമ്പ്. അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഇടർച്ചകളുണ്ടെങ്കിൽ, ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുവാനും
ദൈവസ്നേഹത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനും നോമ്പിന്റെ പുണ്യം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാനും നമുക്ക് സാധ്യമാകണം. അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിന്, നമ്മുടെ ജീവിതക്രമത്തിന്, നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നവരാകാതെ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്നവരായി, ദൈവസ്നേഹത്തെ പകരുന്നവരായി നമുക്ക് ജീവിക്കുവാൻ സാധ്യമാകണം. അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ നമ്മെ നിത്യാഗ്നിയിലേക്ക് എറിയാതെ ജീവനിൽ തുടരുവാൻ, നിത്യജീവനെ കാംക്ഷിക്കുവാൻ, നിത്യജീവനെ അവകാശമാക്കുവാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്തൃശിഷ്യന്മാർ യേശുക്രിസ്തുവിൻ്റെ ജീവിതാനുഭവങ്ങളിൽ, പ്രത്യേകിച്ച് കഷ്ടാനുഭവ സമയത്ത് ഇടറിപ്പോയി എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവും അവരും തമ്മിലുള്ള ബന്ധം, കർത്തൃ ശിഷ്യ ബന്ധത്തിൽ അവർ തിരികെ വരുന്ന ഒരനുഭവമുണ്ട്. നമ്മളും ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളായി വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ തിരികെ വരുവാൻ നമുക്ക് സാധ്യമാകണം. അനുതാപപൂർണമായ ഈ നോമ്പ് കാലഘട്ടം ഇടർച്ച വരുത്തിയ അനുഭവങ്ങളിൽ നിന്ന്, തളർച്ച വരുത്തിയ അനുഭവങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് തടങ്കൽ പാറകളായി തീരാതെ തിരികെ വരുവാനും അനേകം പേരെ ക്രിസ്തുവിലേക്ക് തിരിപ്പിക്കുവാനും പരിശുദ്ധമായ പാവനമായ നമ്മുടെ ഈ പുണ്യ നോമ്പ് നമ്മെ ഒരുക്കുന്നതായി തീരണം. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ ഒരു നോമ്പ് ജീവിതത്തിൽ നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ.